ഇന്റർവെൽ ബ്ലോക്ക് എത്തിയപ്പോഴാണ് ആ തിയേറ്റർ ഒന്ന് ഉണർന്നത്. മീൻസ് ഒരു ചാർജ് ആയതെന്ന് വേണമെങ്കിൽ പറയാം. ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിം. എന്തൊക്കെ രോമാഞ്ചം കയറി വരുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. 16 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് പോകുമ്പോൾ ആ ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ ഉള്ള ഒരു സീനിൽ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു നിന്നത്. തീർച്ചയായും ഫഹദ് ഫാസിൽ വാസ് ദ മാൻ ഓഫ് ദ ഷോ. മലയാളികൾ കാത്തിരുന്ന ആ വലിയ റീയൂണിയൻ, ലാലേട്ടനും മമ്മൂക്കയും 18 വർഷങ്ങൾക്ക് ശേഷം മഹേഷ് നാരായണന്റെ പാട്രിയോട്ട് എന്ന സിനിമയിലൂടെ വീണ്ടും ഒന്നിക്കുന്നു. സിനിമാ പ്രേമികൾക്ക് ഇതൊരു വലിയ ട്രീറ്റ് തന്നെയാണ്. പാട്രിയോട്ടിന്റെ റിവ്യൂ നമുക്കിന്ന് ചോദിച്ചറിയാം. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2020ക്ക് ശേഷം ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ഒരു ഗംഭീര ഒരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ അതിനപ്പുറമായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ മലയാളത്തിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആവുന്നത് നമ്മുടെ ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിലിൻ്റെ ഒരു അതിഗംഭീരമായ ഒരു പെർഫോമൻസാണ്. പിന്നെ ബാക്കി കാര്യം ഈ പടത്തിലെടുത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് സെലക്ട് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അത് കറക്റ്റ് ചെയ്താണ് മഹേഷ് നാരായണൻ എടുത്ത് വെച്ചേക്കുന്നത്. അതായത് തമിഴ് പടത്തിനെക്കാട്ടി ഹിന്ദി പടത്തിനെക്കാട്ടി ആ ഒരു ലെവലിൽ മലയാള സിനിമ ഇതിനെ വരുന്നതിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം എന്ന് പറയാം. ട്രെയിലർ കണ്ടപ്പോഴേ തീരുമാനിച്ചതാണ് ഇടിച്ചുകുത്തി വന്ന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുമെന്നുള്ളത്. അതുപോലെ തന്നെ സാധിച്ചു. പിന്നെ ഇന്റർവെൽ വരെ മമ്മൂക്ക നമ്മളെ ഞെട്ടിച്ചു. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലാലേട്ടൻ്റെ എൻട്രിയാണ്. ലാലേട്ടൻ ആണെങ്കിലും മമ്മൂക്ക ആണെങ്കിലും രണ്ടുപേർക്കും ഒരേപോലെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളതാണ് നമ്മുടെ സന്തോഷം. പിന്നെ നയൻതാരയും ഒക്കെ അടിപൊളിയായിരുന്നു. ഇതുവരെ കാണാത്ത, ഇതുവരെയും ആരും കേൾക്കാത്ത, ഇതുവരെ ആരും അവതരിപ്പിക്കാത്ത, ഇതുവരെ ആരും പറയാത്ത ഒരു കഥയാണെന്നാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞിരുന്നത്. പക്ഷേ ഇനി വരാൻ പോകുന്ന കാലഘട്ടത്തിൽ, ഇനി ജീവിക്കാൻ പോകുന്ന തലമുറയ്ക്ക് ഈ കഥയാണ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. വളരെ മുൻകൂട്ടി അവർ ഈ സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. മികച്ച സിനിമയാണ്. മമ്മൂട്ടിയും മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും എല്ലാവരും മികച്ച അഭിനയമാണ് കാഴ്ചവെച്ചത്. വളരെ മികച്ച സിനിമയാണ്. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസും ഉണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല ഫിലിം. ഫഹദ് ഫാസിൽ, എനിക്ക് അവരെക്കാട്ടി രണ്ടുപേരെക്കാട്ടി ഫഹദ് ഫാസിലിൻ്റെ ആക്ടിംഗ് ആണ് ഈ സിനിമയിൽ ഇഷ്ടപ്പെട്ടത്. എല്ലാവരെയും പെർഫോമൻസ് കൊള്ളാം. അവർക്ക് ചേരുന്നതനുസരിച്ച് പെർഫോമൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ തീർച്ചയായും ഫഹദ് ഫാസിൽ വാസ് ദ മാൻ ഓഫ് ദ ഷോ. 2020ക്ക് ശേഷം എനിക്ക് തോന്നുന്നു വീണ്ടും മലയാളത്തിന് രണ്ട് മഹാനടന്മാർ ഒന്നിക്കുന്ന സിനിമയാണ്. അത് അക്ഷരാർത്ഥത്തിൽ എന്താ പറയുക, വീണ്ടും നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അവർ രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു സിനിമ. ലാലേട്ടനെയും മമ്മൂക്കയും കൂടെ ഒക്കെ കണ്ടപ്പോഴത്തേക്ക് എന്തൊക്കെ രോമാഞ്ചം കയറി വരുന്നത് പോലെയൊക്കെയാണ് ഫീൽ ചെയ്തത്. 16 വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിച്ച് പോകുമ്പോൾ ആ ലാലേട്ടനും മമ്മൂട്ടിയും കൂടെ ഉള്ള ഒരു സീനിൽ എൻ്റെ അമ്മ ഇങ്ങനെയായിരുന്നു നിന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചോക്ലേറ്റ് ഹീറോ ആയിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ആക്ഷൻ ഹീറോ ആയി. പിന്നെ ഇവരുടെ എല്ലാവരുടെ കൂടെയും പിടിച്ചു നിൽക്കുന്ന നമ്മുടെ ഫഹദ് ഫാസിൽ, എൻ്റെ അമ്മോ ഫഹദിക്ക. മമ്മൂക്കയുടെ കഥാപാത്രം നന്നായിരുന്നു. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പക്ഷേ കുറച്ച് വിഷമമായി പോയത്, അത് ഞാനതൊരു സ്പോയിലാക്കുന്നില്ല, അത് വേണ്ട. പക്ഷേ നല്ല ചിത്രമായിരുന്നു കേട്ടോ. നല്ലൊരു, നമ്മൾ വിചാരിച്ചതിനേക്കാളും അത്രയായിട്ട് നല്ല ഭംഗിയായിട്ട് ഓരോ കഥ ചൂസ് ചെയ്യുന്നതിലും നല്ല എക്സ്പെക്റ്റ് എടുത്തിരിക്കുകയാണ് മമ്മൂക്ക. നല്ല രസമായിട്ട് എടുത്തിരിക്കുക. എല്ലാവരും നല്ല അഭിനയം, എല്ലാവർക്കും നല്ല റോളുണ്ട്. നല്ല പടം, നല്ല സൂപ്പർ പടം, നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും വന്നൊന്ന് കാണണം. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയും കൂടെ അഭിനയിച്ച ആക്ടിങ് അവസാനത്തെ പടമാവാം. അതുകൊണ്ട് എല്ലാവരും വന്ന് കാണണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഗ്യാപ്പിന് ശേഷം കിട്ടുന്ന ഒരു ഫ്രഷ്നെസ് ഉണ്ടല്ലോ. ഫ്രഷ്നെസ് മാത്രമല്ല, അവരെ സിംഗിളായിട്ട് കണ്ടാലും പിന്നെ അവർ ഒരുമിക്കുമ്പോൾ ആ ഒരു പവർ പാക്ക് ആയിട്ടുള്ളൊരു സീൻസും എല്ലാം കൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷേ മമ്മൂക്കയ്ക്കാണ് സ്ക്രീൻ സ്പേസ് കൂടുതലെങ്കിലും ലാലേട്ടൻ്റെ അഭിനയം വേറെ ലെവലാണ്. അതോടൊപ്പം ഈ അഭിനയ രാജാക്കന്മാരോടൊപ്പം നിൽക്കുന്ന രണ്ടുപേരാണ് ഫഹദിക്കയും അതേപോലെ തന്നെ കുഞ്ചാക്കോ ബോബനും. രണ്ടുപേരും വേറെ ലെവൽ അഭിനയമാണ്. ഫഹദ് ഫാസിൽ പിന്നെ പറയണ്ടല്ലോ, ഓൾറെഡി നമുക്കറിയാം പുഷ്പയിലും ഓരോ സിനിമയിലും നമ്മൾ ഫഹദ് ഫാസിലിൻ്റെ ഓരോ അഭിനയം മാറി വരുന്നത് കണ്ടാണ്. അതേപോലെ തന്നെ പണ്ടത്തെ ചോക്ലേറ്റ് ഹീറോയിൽ നിന്ന് മാറി ഇപ്പോൾ ഒരു കുറച്ചും കൂടി സീരിയസ് ക്യാരക്ടർ പിടിച്ചതാണ് കുഞ്ചാക്കോ ബോബൻ. ഓവറോൾ മൂവി അടിപൊളിയാണ്, മസ്റ്റ് വാച്ച് ആണ്. കുറച്ചും കൂടി അവെയർ ആയിട്ടിരിക്കാൻ പറ്റും. സിനിമ കണ്ട് ഇറങ്ങിയപ്പോൾ ഫോൺ പോലും എടുക്കാൻ പേടിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ അടിപൊളി പടമാണ് എന്തായാലും. ಸರ್, ನೀವು ಟೆರರಿಸ್ಟಾ ಪೊಲೀಸಾ? ಪೇಟ್ರಿಯಟ್.